ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഓണസദ്യയുടെ വിഭവങ്ങളെല്ലാമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റം ആയിട്ട് ഓണമാകുമ്പോഴത്തേക്ക് എല്ലാ ഐറ്റവും തീരുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കായ വറുത്തത്, ശർക്കര വരട്ടി, 4 വറുത്തത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ആ നേന്ത്രക്കായുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അതിനായിട്ട് 2 അറ്റം നമ്മളൊന്ന് മുറിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ജസ്റ്റ് കത്തിയും കൊണ്ട് ഒരു വര വരച്ചെടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പം നമ്മൾ എല്ലാ കായയുടെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കണം. അപ്പം അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നുറുക്കുന്നത് വട്ടം വറുത്തത് ചിപ്സ് വറുക്കാനായിട്ടാണ്. കണ്ടോ, ഈ ഒരു കനത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം. നമ്മൾ കൈകൊണ്ട് മുറിക്കുന്ന കാരണം ആ ഒരു കനത്തിലേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ശർക്കര വരട്ടിയാണ് കേട്ടോ. ഒരു 1/2 ഇഞ്ച് കനത്തിൽ നമ്മളൊരു കായ എടുത്തിട്ട് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 4 വറുത്തതിനായിട്ട് കായ 4ആയിട്ട് കീറിയിട്ട് അതും ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 വറുത്തതിന് 4 കഷ്ണാക്കിയിട്ട് കായ 4 കഷ്ണാക്കിയിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണത്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കായ ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ വട്ടം വറുത്താണ് വറുക്കണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ടോ ഈ ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ആ കോവിഡ് കാലത്താണ് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയത്. ഓണക്കാലത്ത് മിക്കവാറും കടയിൽ നിന്നാണ് മേടിക്കാറ് പതിവ്. കാരണം സദ്യയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണത്. അപ്പോൾ ഇതും കൂടെ അതിനുള്ള ടൈം കിട്ടില്ല. അപ്പം പിന്നെ കുറച്ച് മതിയല്ലോ, അപ്പോൾ കടയിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കും. ഇവിടെ നല്ല ചിപ്സ് കിട്ടാനും ഉണ്ട് കേട്ടോ കടകളിൽ. ഇനിയിപ്പം നമുക്ക് ഈ ചിപ്സിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉപ്പ് ഞാൻ കലക്കി, കുറച്ച് വെള്ളത്തിൽ കൂടുതൽ ഉപ്പ് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ആ കായ വറുത്തത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹാഫ് ഫ്രൈ ആകുമ്പോഴാണ് നമ്മൾ ഈ ഉപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് വറ്റി, അപ്പോഴത്തേക്ക് ഉപ്പും പിടിക്കും, അത് നന്നായിട്ട് ഇതായിട്ട് വരികയും ചെയ്യും കേട്ടോ. ചിലവർ ഇതിൽ മഞ്ഞപ്പൊടി, എണ്ണയിൽ മഞ്ഞപ്പൊടി ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പം നമ്മൾ ഉപ്പുവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉപ്പുവെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ സമയത്ത് തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കണം. അപ്പോൾ ആ വെള്ളം പെട്ടെന്നൊന്ന് വറ്റിക്കോളും കേട്ടോ. ഉപ്പിൻ്റെ വെള്ളം അംശമൊക്കെ ഒന്ന് വറ്റിക്കോളും. എന്നിട്ട് പിന്നെ തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ ചിപ്സ് ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കോരിയെടുക്കാം കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ ഒരു കുറച്ച് മുന്നേ ഒന്ന് കോരി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ആ മഞ്ഞ കളർ തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ മുന്നേ എടുത്തു കഴിഞ്ഞാൽ ആ മഞ്ഞ കളറായിട്ട് തന്നെ കിട്ടിയേനെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബാക്കിയുള്ള മുറിച്ച് വെച്ച കായും കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ടതും അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തേന് ഒത്തിരി മൂപ്പ് കൂടിപ്പോയി, കളറ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മുന്നേ എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു മഞ്ഞ കളറായിട്ട് തന്നെ കിട്ടി. അപ്പം നമ്മൾ വട്ടം വറുത്ത ചിപ്സൊക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ശർക്കര വരട്ടിക്കുള്ള ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ 1 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ആദ്യം ഈ ശർക്കര വരട്ടിയുടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കായൊക്കെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ സിമ്മിലാക്കണം കേട്ടോ. സിമ്മിലാക്കിയിട്ട് ഇങ്ങനെ പതുക്കെ അത് വറുത്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറമേയൊക്കെ വേവും, ഉള്ളു വേവില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളത് ചിപ്സൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം പിടിക്കും. ഈ ശർക്കര വരട്ടിയുടെ കായ അത് ചിപ്സാക്കി എടുക്കാനായിട്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് സിമ്മിലാക്കി ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ശർക്കര വരട്ടിക്കുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ആ കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം മൂത്ത് ഈ ഒരു കളർ തന്നെ വരണം കേട്ടോ, എങ്കിലേ ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഇപ്പം എന്താ കണ്ടില്ലേ, ശബ്ദം കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്, ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പം രണ്ടാമത് ഇട്ടതും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതും നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശബ്ദം കേൾക്കണില്ല.
നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4 വറുത്താണ് വറുത്തെടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ കേട്ടോ, സെയിം പ്രോസസ്സ്. അതും ഇതുപോലെ ഞാനെല്ലാം കൂടെ അത് ഒരുമിച്ചിട്ട് കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുക്കുകയാണ്. അതും ഇതുപോലെ പകുതി ഫ്രൈ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് മറ്റേ വട്ടം വറുത്തത് നമ്മൾ കുറച്ചൊന്ന് മൂപ്പ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ശരിക്കും കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് നല്ല മഞ്ഞ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ തവിയും വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. കാരണം എൻ്റെ സ്റ്റാൻഡിന് ചെറിയൊരു കേട് പറ്റി. അപ്പം കയ്യിൽ വെച്ചിട്ട് മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുറേശ്ശെ അതിൻ്റെ കുറച്ച് അസൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് മൂപ്പ് കൂടിപ്പോവും. അങ്ങനെയൊക്കെയാണ് ഈ മൂപ്പ് കൂടിപ്പോകുന്ന അവസ്ഥ വരുന്നത്. കണ്ടില്ല, ഞാൻ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ചിപ്സ് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 വറുത്തതും നമ്മൾ വറുത്ത് കഴിഞ്ഞു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചുക്ക്, ജീരക, ഏലക്കായ ഒന്ന് പൊടിച്ച് വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ശർക്കര ഞാൻ പാനിയാക്കിയിട്ട് അത് ഒന്ന് ഉരുക്കിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ചിട്ട് ഒരു നൂൽപ്പരുവം ആ ഒരു പാകത്തിലെത്തുമ്പോൾ നമുക്ക് ഈ നല്ലോണം കുറച്ച് നല്ല കട്ടിയാവണം കേട്ടോ. ഇപ്പോൾ അതേ ഒരു നൂൽപ്പരുവം ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവണം. ഒരു മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. കായ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതേ കായ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മൾ പൊടികൾ നമ്മുടെ ചുക്ക്, ജീരക, ഏലക്ക പൊടിയും കൂടെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ അത് മിക്സ് ആകുമ്പോൾ എല്ലാത്തിലും കൂടെ ഒന്ന് മിക്സ് ആവുള്ളൂ. ആ ശർക്കരയും ഈ ചുക്ക്, ഏലക്ക പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണമെങ്കിൽ അപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി തണുക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു നമ്മൾ. ഇനി ആ ചൂടിൽ നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയല്ല, അപ്പോൾ ആ ചൂടിൽ തന്നെ കിടന്ന് പക്ഷേ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇളക്കി ഇതിപ്പോൾ അത് കട്ടിയായി വന്നിട്ടുണ്ട്. ചിലവർ ഇതിലിങ്ങനെ അരിപ്പൊടി ഇടും കേട്ടോ. ഞാനപ്പോൾ അരിപ്പൊടിയൊന്നും ഇട്ടില്ല. അരിപ്പൊടി ഇട്ടാൽ കുറച്ചും കൂടെ ഒരു വെള്ള കളറ്, നമുക്ക് ഈ കളറൊന്ന് മാറി കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ല. ഇപ്പോൾ അതേ ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ശർക്കര വരട്ടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചുക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചുക്കാണ് കേട്ടോ മുമ്പോട്ട് നിൽക്കേണ്ട ഈ ശർക്കര വരട്ടിക്ക്. എല്ലാ ടേസ്റ്റിനേക്കാളും ചുക്കിൻ്റെ മണമാണ് കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുക്ക് നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ 4 വറുത്തത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ 3 ഒരു പാത്രത്തിലേക്ക് സെയിം കളറുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം വിഭവങ്ങളിൽ നമ്മൾ ഏത് സദ്യക്കായാലും നമ്മൾ ഫസ്റ്റ് ഈ വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയൊക്കെയാണല്ലോ വിളമ്പണത്. അപ്പം ഞാൻ വിചാരിച്ചു അത് തന്നെ ആവട്ടെ നമ്മുടെ ഓണസദ്യയുടെ വിഭവങ്ങളിൽ നമ്മുടെ വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ ഫസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓണ വിഭവങ്ങളിൽ ഫസ്റ്റ് നമ്മുടെ വറുത്തുപ്പേരി ശർക്കര വരട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.